ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എന്താ പറയുക റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ വാട്സപ്പ് സ്റ്റാറ്റസാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ എലൈറ്റ് മോഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ലിങ്ക്സിൻ്റെ എലൈറ്റ് മോഷൻ റിലേറ്റഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ മറക്കാതെ അതിൽ ക്ലിക്ക് ചെയ്ത് ആ പ്രസറ്റ് ഇത് ഇമ്പോർട്ട് ചെയ്യുക. അതിൽ ഞാൻ ഫസ്റ്റത്തെ പ്രസറ്റായിട്ട് കൊടുത്തിട്ടുള്ള ആ പ്രസറ്റിൽ ഞാൻ കുറച്ച് ഇമേജസ് ഉണ്ട്, ഒരു ആർമി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമേജസ് ഉണ്ട്. അത് ഞാൻ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ് ഡൗൺലോഡ് ചെയ്തെടുത്തത്. അത് ഒരു ഫോട്ടോ ആദ്യം സെറ്റ് ചെയ്യുക, ഒരു ഗുഡ് ഫോട്ടോ നിങ്ങൾക്ക് ഏത് ഇമേജാണോ നല്ലതായി തോന്നുന്നത് ആ ഇമേജ് എടുക്കുക. ആർമി റിലേറ്റഡ് ആയിരിക്കണം. ശേഷം ഞാൻ ബീറ്റ് വരുന്നൊരു സ്ഥലമുണ്ട്, 15 സെക്കൻഡിൽ ഒരു ബീറ്റ് വരുന്നുണ്ട്, അവിടെയൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ഇമേജ് അവിടം വരെ ഈ ഇമേജ് എത്തിച്ചു കൊടുക്കുക. ശേഷം എന്താ പറയുക, ഈ ബീറ്റിനനുസരിച്ച് ഓരോരോ ഇമേജുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇവിടെ ഉള്ള പ്രോസസ്സ്. ഞാൻ ബീറ്റിനനുസരിച്ച് ഇമേജസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 25 ഇമേജസിന് മുകളിൽ വേണം. ഇത് ഫുള്ള് ബീറ്റുകളുണ്ട്, കുറേ ബീറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോങ് ബീറ്റ് എന്ന് പറയുന്ന ആ പ്രസറ്റിലാണ് എല്ലാത്തിലും ഞാൻ ഇമേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള പ്രോസസ്സ് എന്തെന്ന് വെച്ചാൽ നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ അടിയിൽ ഓരോരോ നമ്പർ വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. 1, 2 എന്ന കണക്കിന് ഓരോരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വരുന്ന ബീറ്റിലുള്ള ഇമേജസിനെല്ലാം ആ എന്താ പറയുക എഫക്റ്റ് കൊടുക്കുക. ഞാൻ അല്ലാതെ വേറെ ഒരു എഫക്റ്റ് പ്രസറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഒന്നാമത്തെ നമ്പർ ആയിട്ട് കിടക്കുന്ന അതിൽ ആ എഫക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഇതിൽ ഒന്നാമത് കിടക്കുന്ന ഏത് നമ്പറിലാണ് കിടക്കുന്ന ഒന്നാമത് കിടക്കുന്ന ഇമേജിന് നമ്പർ താഴെ നോക്കിയ ശേഷം ആ ഇമേജിന് ആ എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തന്നെയാണ് ബാക്കിയുള്ള പ്രോസസ്സ്. ശേഷം വീണ്ടും രണ്ടാമത്തെ ഇമേജിന് വരുമ്പോൾ വീണ്ടും ബാക്ക് ഇറങ്ങി ആ എഫക്റ്റ് പ്രസറ്റിൽ പോയിട്ട് രണ്ടാമത്തെ ഇമേജ് ക്ലിക്ക് ചെയ്ത് ആ എഫക്റ്റ് കോപ്പി ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മളെ ചാനൽ പുതിയതായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതിന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾറെഡി സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി എഡിറ്റിങ്ങിലോട്ട് കിടക്കാം. അപ്പം ഇതേപോലെ എഫക്റ്റ് ആഡ് ചെയ്യുക. രണ്ടാമത്തെ ഇമേജിനും ഇതേ എഫക്റ്റ് ആഡ് ചെയ്യുക. ഇതേപോലെ എല്ലാ ഇമേജസിനും എഫക്റ്റ് ആഡ് ചെയ്യുക. സോ ഗൈസ്, താഴെ കൊടുത്തിരിക്കുന്ന ആ പ്രസറ്റ് കൊടുത്തിരിക്കുന്ന നമ്മളുടെ ബീറ്റ് പ്രസറ്റ് കൊടുത്തിരിക്കുന്ന നമ്പറിനനുസരിച്ച് തന്നെ എഫക്റ്റ് പ്രസറ്റിൽ നിന്നും ആ നമ്പറിനനുസരിച്ചുള്ള എഫക്റ്റ് തന്നെ എന്താ കോപ്പി ചെയ്യുക. ശേഷം ആ നമ്പറിൽ എത്ര ബീറ്റ് ഉണ്ടോ ആ ബീറ്റിലൊക്കെയും ആ എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് പ്രോസസ്സ്. വീഡിയോയുടെ അവസാനം വരെ കാണുക, എങ്കിലേ നിങ്ങൾക്കിത് ക്രിയേറ്റ് ചെയ്ത് നല്ല കിടുവായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു പ്രോസസ്സ് ഉണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടുകൊണ്ടിരിക്കുക, പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഈ വീഡിയോ ഇതുവരെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒരു നല്ലൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി എഡിറ്റിങ്ങിലോട്ട് കിടക്കാം.
ഇമ്പോർട്ടൻറ്റ് പാർട്ട്. സോ ഗൈസ്, ഇതിൽ നമ്മുടെ മൂന്നാമത്തെ ബീറ്റ് വരുന്ന ഭാഗത്ത് ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്ത് എടുത്ത ശേഷം ആ വീഡിയോ സെലക്ട് ചെയ്ത ശേഷം അവിടെ അത് സെലക്ട് ചെയ്ത ശേഷം 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 3 ഡോട്ട് ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്യുമ്പോൾ ചെറിയ ലാഗ് ഇഷ്യൂ ഉണ്ട്. അത് ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. എന്നിട്ട് ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം അത് ഫുൾ സൂം ഏരിയ ആക്കണം, ഫുൾ കോമ്പോസിഷൻ ഏരിയ ആക്കണം. അപ്പോൾ അത് ഫുള്ളും സ്ക്രീൻ ഫുള്ളാവും. ശേഷം അതിങ്ങോട്ട് സ്ക്രോൾ ചെയ്യണം. സ്ക്രോൾ ചെയ്ത ശേഷം അതിൻ്റെ ആ ബ്ലാക്ക് സൈഡ് ആ ഭാഗം വരുന്ന ആ ഭാഗം സെലക്ട് ചെയ്യുക. ആ ഭാഗം വരെ കൊണ്ടെത്തിച്ച ശേഷം അത് പെർഫെക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ബാക്കി എഡിറ്റിങ് പറയാം. പെർഫെക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം താഴെ ബ്ലെൻഡിങ്ങിൽ വന്ന് ലൈറ്റ് സെലക്ട് ചെയ്ത് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഒപ്പോസിറ്റ് ഒരു 66% സെലക്ട് ചെയ്ത ശേഷം നാലാമത്തെ ബീറ്റ് വരുന്ന 14 സെക്കൻഡ് എത്തുമ്പോഴത്തേക്കും ഈ വീഡിയോ കട്ട് ചെയ്യുക. അവിടെ വെച്ച് കട്ട് ചെയ്യുക. ബാക്കിയുള്ള എഡിറ്റിംഗ് ഇനി പറയാവുന്നതാണ്. വീഡിയോ അവസാനം വരെ കാണുക. തന്ന മൂന്നാമത്തെ പ്രൊസെറ്റ് ക്ലിക്ക് ചെയ്ത് അതിലോട്ട് ഓപ്പൺ ആയാലും അതിൽ കയറുക. ശേഷം ആ ലെയറിൽ ക്ലിക്ക് ചെയ്ത് അതിലുള്ള 24 ലെയറും കോപ്പി ചെയ്യുക. ശേഷം നമ്മുടെ പ്രൊജക്റ്റ് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. 23 ലെയറും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളെ സ്റ്റാറ്റസ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ പെർഫെക്റ്റാണെന്ന് വരുത്തിയ ശേഷം എക്സ്പോർട്ട് ചെയ്താൽ മതി. നമ്മളെ വീഡിയോ ഇതുവരെ കാണുന്ന ആരെയും ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ലൊരു കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. ബൈ.